പിതൃതർപ്പണ കർമ്മങ്ങൾക്കായി ഭക്തരെത്തുന്ന തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് തൃശ്ശില്ലേരി മഹാദേവ ക്ഷേത്രം. വയനാട് ജില്ലയിലെ മാനന്തവാടിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന വളരെ പുരാതനമായ ഈ ക്ഷേത്രം 108 ശിവാലയങ്ങളിൽ പെടുന്ന ഒന്നാണ്. തൃശ്ശില്ലേരി ക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് വേണമത്രേ പാപനാശിനിയിൽ ബലിതർപ്പണം നടത്താൻ. തിരുനെല്ലിയിലെ പാപനാശിനിയിൽ ബലിയിടുന്ന പാറയായ പിണ്ണപ്പാറയിൽ നിന്ന് സ്വയംഭൂവായ വിഗ്രഹമാണത്രേ ഇവിടുത്തെ ശിവലിംഗം. ശ്രീകോവിലിന്റെ ഒരു വശത്തായി ഈ പാറയുടെ ഒരു ഭാഗം പുറത്ത് കാണാൻ സാധിക്കുന്നു. മഹാദേവന്റെ ശിരസ് തൃശ്ശില്ലേരിയിലും പാദം തിരുനെല്ലിയിലുമാണ് എന്നാണ് വിശ്വാസം. പാപനാശിനിയിൽ മഹാദേവന്റെ പാദത്തിൽ ബലിയിട്ട് തിരുനെല്ലി പെരുമാളായ മഹാവിഷ്ണുവിന്റെ പാദത്തിൽ ആത്മാവിനെ മോക്ഷത്തിനായി സമർപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. ആയതിനാൽ തന്നെ പാദത്തിൽ ബലിയിടുമ്പോൾ ശിരസിൽ വിളക്ക് വച്ചിരിക്കണം എന്നതിനാൽ തിരുനെല്ലിയിൽ ബലിതർപ്പണത്തിന് പോകുന്ന ഭക്തർ ഈ ക്ഷേത്രത്തിൽ വിളക്ക്, മാല, പായസം എന്നീ വഴിപാടുകൾ നടത്തിയതിനു ശേഷം വേണമത്രേ തിരുനെല്ലിയിലേക്ക് പോകാൻ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് 108 ദുർഗാലയങ്ങളിൽ പെടുന്ന ജലദുർഗയുടെ ഒരു ക്ഷേത്രം. ജലത്താൽ ചുറ്റപ്പെട്ട ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ദുർഗാദേവിയെ പ്രതിഷ്ഠിച്ചത് പരശുരാമനാണ് എന്നാണ് വിശ്വാസം. ദുർഗാദേവിയുടെ ശ്രീകോവിലിനടുത്തായിട്ടുള്ള ഗംഗാതീർത്ഥം എന്നറിയപ്പെടുന്ന കുളം വളരെയധികം പ്രത്യേകതയുള്ളതാണ്. ഏത് വേനലിലും മഴക്കാലത്തും ഒരേപോലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും ഈ കുളത്തിൽ നിന്ന്. ഇവിടുത്തെ മറ്റൊരു ഉപദേവതയായി വനശാസ്താവിന്റെ പ്രതിഷ്ഠയുമുണ്ട്. കേരളത്തിൽ വളരെ അപൂർവമായി കാണപ്പെടുന്ന ചമ്രം പടിഞ്ഞിരുന്ന് ജടാധാരിയായി തപസ്സനുഷ്ഠിക്കുന്ന വനശാസ്താവാണ് ഇവിടെ. ശാസ്താവിന്റെ ശ്രീകോവിലിന് മേൽക്കൂരയില്ല എന്നതും ഒരു പ്രത്യേകതയാണ്. ഇവിടുത്തെ പ്രധാന വഴിപാട് മഹാദേവന് 1000 കുടം അഭിഷേകം ആണ്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വളരെ ഉത്തമമായ വഴിപാടാണ് 1000 കുടം അഭിഷേകം. ഭക്തർ മഹാദേവന്റെ നടയിൽ ഒരു നെയ്വിളക്ക് കത്തിച്ച് ഉദ്ദിഷ്ട കാര്യം നടക്കുന്നതിനായി പ്രാർത്ഥിച്ച് കാര്യസാധ്യത്തിന് ശേഷം അവർ മഹാദേവന് നേർന്ന 1000 കുടം അഭിഷേകം നടത്തുന്നു. ദുർഗാദേവിക്ക് പ്രധാന വഴിപാട് സ്വയംവര പുഷ്പാഞ്ജലിയാണ്. സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും വിവാഹ തടസ്സം നീങ്ങുന്നതിന് വളരെ വിശിഷ്ടമായ വഴിപാടാണ് സ്വയംവര പുഷ്പാഞ്ജലി. ജന്മനക്ഷത്രത്തിൽ തുടർച്ചയായി 6 പ്രാവശ്യം സ്വയംവര പുഷ്പാഞ്ജലി കഴിച്ചാൽ വിവാഹ തടസ്സം മാറിക്കിട്ടും എന്നാണ് വിശ്വാസം. തിരുനെല്ലി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.